ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം, നല്ല വെയിറ്റേജ് ഉള്ള പാഠമാണ്. പ്രോബബിലിറ്റി യഥാർത്ഥത്തിൽ ഒരുപാട് പഠിക്കാനുള്ളതാണ്. 7 മാർക്കാണ് വെയിറ്റേജ് പറഞ്ഞത്. പക്ഷേ 7-ൽ കൂടുതൽ മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരും. ഏകദേശം 10 മാർക്കിൻ്റെ അടുത്തെങ്കിലും ഈ ചാപ്റ്റർ കാണും. നല്ല വെയിറ്റേജ് ഉള്ളൊരു പാഠമാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് 7 ഉള്ളതല്ല, ഇത് വേറൊരു പാഠമായിട്ട് റിലേറ്റഡാണ്, കോമ്പിനേഷൻ. അപ്പം നമ്മളിതൊരു 3 സെക്ഷനായിട്ടാണ് പഠിക്കുന്നത്. ചിലപ്പോൾ നമുക്കിതൊരു 3 വീഡിയോ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പം പ്രോബബിലിറ്റി എന്ന് പറയുന്ന പാഠത്തിനകത്ത് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പഠിക്കുന്നത് ഡയറക്റ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതൊക്കെയാണ്. വളരെ സിമ്പിളായിരിക്കും. രണ്ടാമത്തെ സെക്ഷനിൽ വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും. നല്ല കട്ടി വേർഡ് പ്രോബ്ലംസാണ്. ഇത് വായിച്ച് നോക്കിയൊക്കെ ചെയ്യേണ്ട പ്രോബ്ലംസാണ്. പിന്നെ പ്രോബബിലിറ്റി പ്ലസ് കോമ്പിനേഷൻ എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ഇത് ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി. എല്ലാവർക്കും അറിയാം, P of A is equal to N of A divided by N of S. S സാമ്പിൾ സ്പേസ് ആണ്. A നമുക്ക് സോൾവ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ എണ്ണം ഡിവൈഡഡ് ബൈ N of S. ഇത് നിങ്ങൾ 10th പഠിച്ചിട്ടുള്ള നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് നമ്മളൊരു ഷോർട്ടാക്കി N of A ഡിവൈഡഡ് ബൈ N of S എന്ന് എഴുതും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. കോയിന്, ഡൈസ്, കാർഡ്, ഇത് 3 ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആദ്യം ഡിസ്കസ് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഈ 1 മാർക്ക് ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതെന്ന് പറയുമ്പം കോയിനെ പറ്റിയാണ്. കോയിൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരേണ്ട ആദ്യത്തെ ഹിൻഡ് 2n. ഇതങ്ങ് ഓർമ്മ വേണം. കോയിൻ എന്ന് കേൾക്കുമ്പോഴേ 2n. 2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കോയിന് 2 ഫേസ് ആണുള്ളത്. ആ 2 ആണ് ആ കാണുന്നത്. N പവറിലാണ്. N എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. അപ്പോൾ ഒരു കോയിൻ എറിയുക എന്ന് പറയുമ്പം എണ്ണ 1 ആണ്. ഒരു കോയിൻ എന്ന് പറയുമ്പം നമ്മൾ ആദ്യം 2:1 എന്നാണ് ഉത്തരം. 2:1 എത്രയാണ്? 2 ആണ്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതാൻ പോവാം. S is equal to സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്ന S കൊണ്ടാണ്. ഒരു ഹെഡും ഒരു ടീയും. അപ്പോൾ നമ്പർ ഓഫ് S 2 ആണ്. 2 എണ്ണം കിട്ടി. അപ്പോൾ നോക്കണേ, കോയിൻ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ 2:n എന്ന് ഓർമ്മ വേണം. ഒരു കോയിൻ എന്ന് പറഞ്ഞാൽ 2:1, 2 കോയിൻ 2:2, 3 കോയിൻ 2:3, 4 കോയിൻ 2:4, n കോയിൻ 2:n. ഇത്രയേ ഉള്ളൂ. കിട്ടുന്ന ഔട്ട്കംസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട്. 2 കോയിൻ എറിയുന്നു, 2 കോയിൻ നമ്മൾ എറിയുന്നു. അന്നേരം നമ്മുടെ മനസ്സിൽ 2:2, 4 ഔട്ട്കംസ് ഉണ്ടാവും. അപ്പോൾ S is equal to H H H T T H T T. 4 ഔട്ട്കംസ്. 4 കൂടുതൽ ഔട്ട്കംസ് വരരുത്. റെപ്പറ്റീഷൻ പാടില്ല. ഒരിക്കലും റെപ്പറ്റീഷൻ കയറി വരരുത് സാമ്പിൾ സ്പേസിനകത്ത്. ഇനി നമുക്ക് 3 കോയിൻ. നമ്മുടെ മെയിൻ സാധനം 3 കോയിനാണ്. 3 കോയിൻ എന്ന് പറഞ്ഞാൽ 2:3 is equal to 8 ഔട്ട്കംസ്. 8 ഔട്ട്കംസ് നമുക്കുണ്ടാവും. ഈ 8 എണ്ണത്തിൽ റെപ്പറ്റീഷൻ പാടില്ല, കുറവ് സംഭവിക്കരുത്, കൂടുതൽ സംഭവിക്കരുത്. അപ്പോൾ S is equal to എഴുതുന്ന കണ്ടോണം. 3 കോയിൻ എഴുതാൻ ഡൗട്ട് ഉള്ളവർക്ക്, ചിലവർക്ക് 8 എണ്ണമൊക്കെ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ ഡൗട്ട് ഉള്ളവർക്ക് 2 കോയിൻ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അവസാനം ഒരു H എഴുതിയൊക്കെ ചേർക്കുക. H H H H T H T H H T T H. ഇപ്പോൾ ഞാൻ അവസാനം എഴുതി ചേർത്ത H. ഇനി ഇതിൻ്റെ എല്ലാം അവസാനം ഒരു ടീം കൂടെ എഴുതി ചേർക്കുക. H H T H T T T H T T T T. അപ്പം നമ്പർ ഓഫ് S കിട്ടി 8. അപ്പോൾ 3 കോയിൻ ഒരുപാട് വർഷം എന്ന് വെച്ചാൽ 8 വർഷത്തോളം 3 കോയിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3 കോയിൻ മാത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. മെയിനായിട്ട് 1 മാർക്കാണ്. അപ്പോൾ 3 കോയിൻ എറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസിൻ്റെ എണ്ണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. 8 ഔട്ട്കംസ് കിട്ടും. അത് എഴുതാനുള്ള ഷോർട്ട് കട്ടും പറഞ്ഞിരുന്നു. 2 കോയിൻ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ എല്ലാം 2 കോയിൻ സൈഡിലോട്ടൊന്ന് എഴുതി ഇട്ടതിന് ശേഷം ബാക്കി കൂട്ടി ചെയ്യുക. നമ്മളിപ്പം പ്രോബബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ, 3 കോയിൻ്റെ കേസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ സാമ്പിൾ സ്പേസ് ഞാൻ താഴെ എഴുതി ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആദ്യം തൊട്ട് നമുക്ക് സാമ്പിൾ സ്പേസ് എഴുതാം. ഇപ്പം 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെ ആയിരിക്കും. 3 കോയിൻ ഈസ് ടോസ്ഡ് എന്ന് പറയുമ്പോഴേ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ 2:3 8 ഔട്ട്കംസ് ഉണ്ടാവണം. 8 എണ്ണം ഞാൻ അങ്ങ് എഴുതാൻ പോവാം. H H
എച്ച് എച്ച് ടി എച്ച് ടി എച്ച് എച്ച് ടി ടി എച്ച്. ഇതിപ്പോൾ 4 എച്ച് എച്ച് ടി എച്ച് ടി 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 എച്ച് ടി 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 ടി. അപ്പം നമ്പർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 8 കിട്ടി. അപ്പോൾ ഈ നമ്പർ ഓഫ് എസ് തെറ്റിയാൽ മൊത്തം തെറ്റിപ്പോവും. അതുകൊണ്ട് നമ്പർ ഓഫ് എസ് വളരെ ശ്രദ്ധിച്ച് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ പാർട്ട്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് 1 നമ്പർ ഇട്ടിട്ട് പി ഓഫ് 2 ഹെഡ്സ് എന്ന് ചോദിക്കും. ഇതിൽ 2 ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിക്കും. 2 ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 കോയിൻ ടോസ് ചെയ്ത് കഴിയുമ്പോൾ 2 ഹെഡ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. സാമ്പിൾ സ്പേസ് ഏറ്റവും ടോപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ 2 എച്ച് കിടക്കുന്നത് മാത്രം, 3 എച്ചിൻ്റെ എഴുതരുത്, 2 എച്ച് നിങ്ങൾ എവിടെയൊക്കെ കാണുന്നോ അത് മൊത്തം എഴുതുക. 2 എച്ച് വരുന്നത് മാത്രം. എച്ച് ടി എച്ച് ടി എച്ച് 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 ടി 3 2 എച്ച് വരുന്നു, 2 ഹെഡ് വരുന്നത്. അപ്പം ഇതിൻ്റെ പ്രോബബിലിറ്റി 3/8. 8 എന്താണെന്നറിയാം, നമ്പർ ഓഫ് എസ്, എൻ ഓഫ് എ 3 എണ്ണം, കണ്ടുപിടിക്കേണ്ടതിൻ്റെ എണ്ണം ഡിവൈഡർ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇനി പ്രോബബിലിറ്റി ഓഫ് 1 ഹെഡ് ആണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരെച്ച് നിങ്ങൾ എവിടെ കാണുന്നോ അത് മൊത്തം ഇരുന്നിരുന്നു. ഒരെച്ച്, ഒരൊറ്റ എച്ചേ കാണാം, ഒറ്റ എച്ച് മാത്രം, വേറെ ഒന്നിൽ കൂടുതൽ കാണരുത്. ടി ടി എച്ച് എച്ച് ടി 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 എച്ച് ടി, അതും 3 3/8. ഇനി പ്രോബബിലിറ്റി ഓഫ് നോ ഹെഡ്. നോ ഹെഡ് എന്ന് പറയുമ്പം ഹെഡ് അവിടെ കാണരുത്. എച്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരം അവിടെ കാണുക പോലും ചെയ്യരുത്. ടി ടി ടി. ഉത്തരം 1/8. ഇതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 ടൈൽ എന്നൊക്കെ ചോദിക്കും. ചുമ്മാതെ ചോദിക്കുന്നത്. എക്സാക്ട്ലി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല, 2 ടി കിടക്കുന്ന മാത്രം എഴുതിയാൽ മതി. ഇനി 3 ഹെഡ് 3 എച്ച് കിടക്കുന്നത് അതെല്ലാം അറിയാം. ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടുണ്ട്. ഇതൊക്കെ എക്സാമുകൾക്ക് വന്നിട്ടുള്ളതാണ്. അപ്പം 1 ഹെഡ് വരുന്നത്, 2 ഹെഡ് വരുന്നത്, 3 ഹെഡ് വരുന്നത്, 1 ടൈൽ വരുന്നത്, 2 ടൈൽ വരുന്നത്, 3 ടൈൽ വരുന്നത്, നോ ഹെഡ്, നോ ടൈൽ, ഇതെല്ലാം കണ്ടിരുന്നത്. പക്ഷെ അടുത്ത 2 പാർട്ട്, മെയിൻ 2 പാർട്ടാണ്. പി ഓഫ് അറ്റ് ലീസ്റ്റ് 2 ഹെഡ്. തെറ്റരുത്, അറ്റ് ലീസ്റ്റ് 2 ഹെഡാണ്. ആ ഒരു വാക്ക് ഒരു മെയിൻ വാക്കാണ്, അറ്റ് ലീസ്റ്റ്. അറ്റ് ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ മലയാളം മീനിങ് പറഞ്ഞത്. അറ്റ് ലീസ്റ്റ് 2 ഹെഡ് എന്ന് ചോദിക്കുമ്പോൾ 2 ഹെഡ് വരുന്നതും അതിൽ കൂടുതലെന്നാണ്. അറ്റ് ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം എന്നാണ്. 2. അപ്പോൾ കറക്റ്റ് നമ്മൾ അതൊന്നും പഠിക്കണ്ട, നമ്മളിതൊക്കെ പഠിച്ചാൽ മതി. അറ്റ് ലീസ്റ്റ് 2 ഹെഡ് എന്ന് ചോദിക്കുമ്പോൾ 2 ഹെഡ് വരുന്നതും കോമ ആൻഡ് 3 ഹെഡ് വരുന്നതും നിങ്ങൾ എഴുതണം. 2 ഹെഡ് കിടക്കുന്നത് എഴുതി കഴിഞ്ഞിട്ട് 3 ഹെഡിൻ്റെ എഴുതണം. അപ്പോൾ അറ്റ് ലീസ്റ്റ് 2 ഹെഡ് എന്ന് ചോദിക്കുമ്പോൾ 2 ഹെഡിൻ്റെ മൊത്തം എഴുതണം. ആദ്യം 2 ഹെഡിൻ്റെ മൊത്തം അങ്ങ് എഴുതാം. എച്ച് ടി എച്ച് 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 ടി ടി എച്ച് എച്ച്. ഇത് ഇത്രയും 2 ഹെഡ് വരുന്നതാണ്. 2 ഹെഡ് വരുന്നത് എഴുതി കഴിഞ്ഞ് എന്നിട്ട് പോയി 3 ഹെഡിൻ്റെ എഴുതണം. 3 ഹെഡിൻ്റെ എച്ച് എച്ച് എച്ച്. ഇനി എണ്ണുക 4/8. ഇതാണ് അറ്റ് ലീസ്റ്റ് 2 ഹെഡ്. ഇപ്പം ഇനി അറ്റ് ലീസ്റ്റ് 1 ടൈൽ ചോദിക്കാം. പ്രോബബിലിറ്റി ഓഫ് അറ്റ് ലീസ്റ്റ് 1 ടൈൽ എന്ന് ചോദിച്ചാൽ 1 ടൈൽ വരുന്നത് ആൻഡ് 2 ടൈൽ വരുന്നത് ആൻഡ് 3 ടൈൽ വരുന്നത് എഴുതണം. എന്ന് പറഞ്ഞാൽ 1 ടൈലിൻ്റെ ഫുള്ള് നിങ്ങൾ എഴുതണം. അതിന് വേണേൽ എഴുതുക. 1 ടൈലിൻ്റെ ടി എച്ച് 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 ടി എച്ച് ടി എച്ച്. ഇത് ഇത്രയും 1 ടൈലിൻ്റെയാണ്. 1 ടൈല്. ഇനി 2 ടൈലിൻ്റെ ടി ടി എച്ച് എച്ച് ടി 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 എച്ച് ടി. ഇത് 2 ടൈല് വരുന്നത് എഴുതി. ഇനി 3 ടൈല് വരുന്നത് എഴുതണം. 3 ടൈൽ എന്ന് പറയുമ്പോൾ ടി ടി ടി. ഇത് 3 ടൈല് വരുന്നത്. ഇനി ഇരുന്ന് എണ്ണും. മൊത്തം 7. 7/8.
അപ്പോൾ വാക്ക് പഠിച്ചോണേ, വാക്കാണ് മെയിൻ. അറ്റ്ലീസ്റ്റ് കൂടും, അതും അതിൽ കൂടും. ഇനി വേറൊരു വാക്കുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണ് അറ്റ്മോസ്റ്റ്. അറ്റ്മോസ്റ്റും ഈ അറ്റ്ലീസ്റ്റ് ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം പ്രോബബിലിറ്റി ഓഫ് അറ്റ് മോസ്റ്റ് 1 ഹെഡ് ചോദിച്ചാൽ താഴോട്ട് പറയണം. 1 ഹെഡ് വരുന്നതും ആൻഡ് 0 ഹെഡ് വരുന്നതും എഴുതണം. 1 ഹെഡ് വരുന്നതും എഴുതണം, 0 ബാക്കിലോട്ട് താഴോട്ടേ പറയാവും. അപ്പം അറ്റ്ലീസ്റ്റ് കൂടും, അറ്റ്മോസ്റ്റ് കുറഞ്ഞ് 0 വരെ, 0. അപ്പം അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ 1 ഹെഡ് വരുന്നതും 0 ഹെഡ് വരും. 1 ഹെഡ് വരുന്നത് ആദ്യം എഴുതാം, TH ഇത് 1 ഹെഡ് വരുന്നത്. കൂടാതെ 0 ഹെഡ് വരുന്നത് TTT ഉണ്ട്, 0 ഹെഡ് വരുന്നതാണ്. അപ്പോൾ 4/8. അപ്പോൾ അതുപോലെ അറ്റ്മോസ്റ്റ് 2 ഹെഡ് ഉണ്ട്. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് ചോദിക്കുമ്പം അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് ചോദിച്ചാൽ അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് ചോദിച്ചാൽ 2 ഹെഡ് വരുന്നത്, 1 ഹെഡ് വരുന്നത്, 0 ഹെഡ് വരുന്നത്. അത് മൊത്തം ഓരോന്ന് കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ച് എണ്ണുക, അത്രയേ ഉള്ളൂ. ഇതാണ് കോയിനുമായിട്ട് ബന്ധപ്പെട്ട കേസസ് എന്ന് പറയുന്നത്. അപ്പോൾ കോയിൻ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഡൈസിനകത്ത്. വൺ ഡൈസ്, ഡൈ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ 6/n. ഡൈസ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ 6/n. ഡൈസിന് 6 സൈഡുകളാണ്, 6 വശങ്ങളാണ്. പകിട നിങ്ങൾക്കറിയാം, ഏണിയും പാമ്പും കളിക്കുമ്പോൾ ഉള്ള ചതുരക്കട്ട, ഇതാണ് ഡൈസ്. അതിന് 6/n, അതാണ് ഹിന്റ്. ഒരു ഡൈ ത്രോ ചെയ്താൽ കിട്ടുന്ന സാമ്പിൾ സ്പേസ് 1 2 3 4 5 6. n(s) = 6 കഴിഞ്ഞു. ഇതൊരു ഡൈ ആണ്. ഇനി 2 ഡൈ അറിയും. ഈ 2 ഡൈസ് പെയർ ഓഫ് ഡൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. പെയർ ഓഫ് ഡൈസ് 2 ഡൈസ് ആർ ത്രോൺ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഡൈസ് എന്ന് കേൾക്കുമ്പോഴേ 6/n. ഒരു ഡൈ 6/1, 2 ഡൈ 6/2, 3 ഡൈ 6/3 എന്ന് പറയുമ്പോൾ 2 ഡൈസ് എന്ന് കേൾക്കുമ്പോഴേ 36 ഔട്ട്കംസ് വരും. 1 1 1 2 1 3 1 4 1 5 1 6. മൊത്തം എഴുതുന്നില്ല. 2 1 ഇനി 2 6, 3 1 പിന്നെ 3 6, 4 1 പിന്നെ 4 6, 5 1 പിന്നെ 5 6, 6 1 പിന്നെ 6 6. അങ്ങനെ n(s) = 36 കിട്ടും. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. നമ്മളിതിൻ്റെ ഒത്തിരി പ്രോബ്ലം ഒന്നും ചെയ്യുന്നില്ല, ഒരു 2 പ്രോബ്ലം ചെയ്യുന്നുണ്ട്. ഡൈസ് അങ്ങനെ സാധാരണ ക്വസ്റ്റ്യൻസ് 2015 ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇപ്പം നിങ്ങൾക്കറിയാം, 2 ഡൈസ് എന്ന് കേൾക്കുമ്പോഴേ 36 ഔട്ട്കംസ് ഉണ്ടാവണം. ഈ 36 ഔട്ട്കംസ് നിങ്ങൾ എഴുതിയൊന്നും വെക്കേണ്ട പരീക്ഷിക്കാൽ. ഇത് ഈ 36 നിങ്ങളുടെ മനസ്സിൽ വേണം. 6ന്റെ മണ്ടേക്കൂട്ട് ഒരിക്കലും നമ്പർ പോവുകയും ചെയ്യുന്നത്. ഇപ്പം അതിലൊരു ക്വസ്റ്റ്യൻ ഇതാണ്, 2 ഡൈസ് ആർ ത്രോൺ. ഇത് ഈ വേർഡ് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഇച്ചിരി കാര്യങ്ങൾ ഇരുന്ന് എഴുതണം. 2 ഡൈസ് ആർ ത്രോൺ. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഡബിളറ്റ് എന്ന് ഓടിക്കും. ഡബിളറ്റ് 2 ഡൈസ് ആർ ത്രോൺ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഡബിളറ്റ്. ഈ ഡബിളറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണ്ടി ഡബിളറ്റിൻ്റെ കറക്റ്റ് മീനിങ് ഇതാണ്, സെയിം നമ്പർ. ഇതാണ് ഇതിൻ്റെ മീനിങ്. സെയിം നമ്പർ എന്നാണ് ഡബിളറ്റിൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതിനകത്ത് സെയിം നമ്പർ വരുന്ന ഏതൊക്കെയാണ്? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, പിന്നെ 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്, 6 6 ഉണ്ട്. ദാണ്ടേ ഈ കിടക്കുന്ന സാധനമാണ് ഡബിളറ്റ്, സെയിം നമ്പർ വരുന്നത്. അപ്പോൾ അതെണ്ണി നോക്കിയേ, 1 1 2 2 3 3 4 4 5 5 6 6. എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് കിട്ടി? 6 എണ്ണം. എത്ര എണ്ണത്തിൽ? 36. ക്യാൻസൽ 1/6. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ഡബിളറ്റ്. ഡബിളറ്റ് എല്ലാവർക്കും ക്ലിയർ ആയി കാണും. ഡബിളറ്റ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ആണ്. 2 ഡൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 2 ഡൈസ് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞ് 36 ഔട്ട്കംസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് 2 ഡൈസ് 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഫസ്റ്റിലെ ഓഡ് നമ്പർ വരുന്നത്, ഫസ്റ്റ് ഡൈയിൽ ഓഡ് നമ്പർ വരുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ ഓഡ് നമ്പർ 1ൽ തുടങ്ങുന്ന 6 എണ്ണം, 3ൽ തുടങ്ങുന്ന 6 എണ്ണം, 5ൽ തുടങ്ങുന്ന 6 എണ്ണം, അങ്ങനെ 18 എണ്ണം കിട്ടി.
അപ്പോൾ ഓഡ് നമ്പർ ചോദിച്ചാൽ 18/36, 2 ഡൈസിൻ്റെ കേസാണ്. ഈവൻ നമ്പർ ചോദിച്ചാലും സെയിം മെത്തേഡ് 18/36. ഇനി സമ്മ് 8 അല്ലെങ്കിൽ സമ്മ് 9 എടുക്കാം. കൂട്ടുമ്പോൾ 9 വരുന്നതിൻ്റെ പ്രോബിലിറ്റി എന്ന് ചോദിക്കുമ്പം സിമ്പിൾ. കൂട്ടുമ്പോൾ 9 വരുന്നത് 16 കൂട്ടിയാൽ 9 വരത്തില്ല, 26 കൂട്ടിയാൽ 9 വരത്തില്ല, 36 കൂട്ടിയാൽ 9 വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാർട്ടോടെ ചുമ്മാ എഴുതിയേക്കാം. സമ്മ് 9 വരുന്നത്, 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ സമ്മ് 9 വരുന്നത്. സമ്മ് 9 വരുന്നത് എന്ന് പറയുമ്പോൾ 16-ലില്ല, 26-ലില്ല, പക്ഷേ 36-ലുണ്ട്. 36 ഉണ്ടെങ്കിൽ 63 ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ. 36 ഉണ്ടെങ്കിൽ 63 ഉണ്ട്. പിന്നുള്ളത് 45 ഉണ്ടെങ്കിൽ 54 ഉണ്ട്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ 9. സം 9 വരുന്നത് ഇത്രയേ ഉള്ളൂ, 4 എണ്ണം, 4/36. ഇതുപോലെ ഇനിയിപ്പോൾ സം 8 വരുന്നതോ ഒക്കെ ചോദിക്കും. പിന്നെ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഉള്ള അറിയാൻ നിങ്ങൾക്ക് 6 എണ്ണമാണ് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ആ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഈവൻ നമ്പർ വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഈവൻ നമ്പർ വരുന്നത് ഏതൊക്കെയാണ്? 2, 4, 6, 3/6. ഒരു ഡൈയുടെ കേസാണ്. ഓഡ് നമ്പർ വരുന്നതും 3/6. പിന്നെ മൾട്ടിപ്പിൾ ഓഫ് 3 വരുന്നത് 3ഉം 6ഉം, 2 എണ്ണം, 2/6. പ്രൈം നമ്പർ വരുന്നത് 2 പ്രൈം നമ്പറാണ്, 3 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്, അതും 3/6. ഇതാണ് ഡൈസ്. ഇനി നമുക്കുള്ളതാണ് കാർഡ്. ഈ 3 കേസൂടെ കഴിഞ്ഞുകൊണ്ട് പ്രോബബിലിറ്റിയുടെ ആദ്യത്തെ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഏകദേശം അവസാനിക്കും. കാർഡെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ 52 എണ്ണം ഉണ്ട്. 52 കാർഡാണ് മൊത്തം ഫുള്ള് 52 കാർഡ്. കാർഡിനെ പറ്റി ജസ്റ്റ് ഒരു ഏകദേശ രൂപം തന്നേക്കാം. ബ്ലാക്ക് 26, റെഡ് 26, സ്പേഡ് 13, ക്ലബ്സ് 13. ഇത് രണ്ടും ബ്ലാക്കുമായിട്ട് റിലേറ്റഡാണ്. ഇനി ഹാർട്ട് 13, ഡയമണ്ട് 13. ഇത് റെഡുമായിട്ട് റിലേറ്റഡാണ്. എന്ന് വെച്ചാൽ റെഡ് കാർഡുകളെ വിളിക്കുന്ന പേരാണ് ഹാർട്ട്, ഡയമണ്ട്. അപ്പം 2 കളറാണുള്ളത്, ബ്ലാക്കും റെഡുമാണ്. ബ്ലാക്ക് 26, റെഡ് 26. ഈ ബ്ലാക്ക് തന്നെ 2 തരമുണ്ട്. സ്പേഡും ഉണ്ട്, ക്ലബ്ബും ഉണ്ട്. അത് സ്പേഡ് 13, ക്ലബ്ബ് 13, ഹാർട്ട് 13, ഡയമണ്ട് 13. അപ്പം ഇത് കളറാണ്. ഇത് മക്കളെ കളറാണ്. ഇത് കളറ്. ഇതിനെ ഓരോന്നിനെയും വിളിക്കുന്ന ഒരു പേരുണ്ട്, സ്യൂട്ട്. ഇതൊക്കെ ഓർമ്മ വേണേ. സ്യൂട്ട് എന്ന് പറഞ്ഞാൽ തരമെന്ന. ഇനി നമുക്ക് വേറൊരു സാധനമുണ്ട്, എയ്സ് കാർഡ്. ടോട്ടൽ എയ്സ് 4, ടോട്ടൽ കിങ് 4, ടോട്ടൽ ക്യൂണ് 4, ടോട്ടൽ ജാക്ക് 4. അപ്പം എയ്സ് 4 എണ്ണമാണ്. ടോട്ടൽ എയ്സ് കാർഡ് എന്ന് വെച്ചാൽ 52 കാർഡിനകത്ത് 4 എയ്സ് കാർഡുണ്ട്. എന്ന് വെച്ചാൽ സ്പേഡിനൊരു എയ്സ് ഉണ്ട്, ക്ലബിനൊരു എയ്സ് ഉണ്ട്, ഹാർട്ടിനൊരു എയ്സ് ഉണ്ട്, ഡയമണ്ടിനൊരു എയ്സ് ഉണ്ട്. അപ്പം 4 എയ്സായി. അതേപോലെ ഇതിനെല്ലാം കിങ്ങുണ്ട്. സ്പേഡിന് കിങ്ങുണ്ട്, ക്ലബിന് കിങ്ങുണ്ട്, ഹാർട്ടിനുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഈ കാർഡുകളെ മൊത്തത്തിലൊരു പേര് വിളിക്കും ഫേസ് കാർഡ്സ്. അപ്പം അത് 12 എണ്ണമാണേ. ഇത് ഇത്രയും കാർഡിനെ പറ്റി അറിയണം. അപ്പം കാർഡെന്ന് കേൾക്കുമ്പോഴേ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴേ നിങ്ങൾ NOFS 52 എഴുതണം. കാർഡ് എവിടെ കണ്ടാലും 52 കാർഡാണ്, NOFS 52 എന്ന് അന്നേരം എഴുതിയേക്കണം. അപ്പോൾ ചിലപ്പോൾ കാർഡിൻ്റെ എണ്ണം അവർ പറയത്തില്ല, നമ്മൾ മനസ്സിലാക്കി എടുത്തോണം. കാർഡ് 52 എണ്ണം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇതായിരിക്കും, 1 കാർഡ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം. നിങ്ങൾ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിച്ച് നോക്കണം. 1 കാർഡ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം. ഒരു കാർഡ് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എസ് 52 ആണ്. 1 കാർഡ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം എന്ന് ചോദിക്കുമ്പോൾ നമ്പർ ഓഫ് എസ് 52 ആയിരിക്കും. 1 കാർഡ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് പി ഓഫ് റെഡ് കാർഡ് എന്ന് ചോദിക്കും. പി ഓഫ് റെഡ്. അപ്പം നമ്മൾ ആദ്യം നോക്കണം, നമ്മുടെ കയ്യിൽ നമുക്ക് ഏത് കളർ പറയുന്നോ, അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ പറയുന്നത് അതിൻ്റെ ടോട്ടൽ എണ്ണത്തിലേക്ക് ആദ്യം പോകണം. റെഡ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ടോട്ടൽ റെഡിലോട്ട് പോകും. 26/52. പി ഓഫ് ആൻ എയ്സ് കാർഡ് എന്ന് ചോദിക്കും. എയ്സ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ എയ്സിൻ്റെ എണ്ണത്തിലോട്ടാണ്. അത് ഈ എണ്ണം ഇതെല്ലാം പഠിക്കണം.
ഏസ് 4, 4/52. ഇനി പ്രോബിലിറ്റി ഓഫ് നോട്ട് ഏസ് എന്ന് ചോദിക്കും. തെറ്റല്ലേ? നോട്ട് ഏസ് തെറ്റല്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര കാർഡാണ് കയ്യിലുള്ളതെന്ന്. 52 കാർഡാണ് മൊത്തത്തിൽ കയ്യിലുള്ളത്. ഈ 52 കാർഡിനകത്ത് ഏസ് 4 എണ്ണവും ഏസ് അല്ലാത്തത് എത്ര ഉണ്ടെന്ന് നോക്കണം. 52-നകത്ത് 4 ഏസിനെ നമ്മൾ ഇനി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏസ് അല്ലാത്തതാണ് മറ്റേ കാർഡുകൾ. അത് 48 എണ്ണമാണ്. 48/52. പ്രോബിലിറ്റി ഓഫ് ഡയമണ്ട് ചോദിക്കും. ഈ ഡയമണ്ട് എന്ന് ചോദിക്കുമ്പം ഡയമണ്ട് എന്ന് കേൾക്കുമ്പോഴേ ഡയമണ്ടിൻ്റെ എണ്ണം എത്രയാണ്? 13 /52. ഇനി പ്രോബിലിറ്റി ഓഫ് നോട്ട് ഡയമണ്ട്. അപ്പം നമ്മൾ നോക്കണം, നമ്മുടെ കയ്യിൽ മൊത്തം 52 കാർഡുണ്ട്. ഡയമണ്ട് കാർഡിനെ നമുക്ക് വേണ്ട, ഡയമണ്ടിന് ഡയമണ്ടിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണമാണ്? 52-ൽ നിന്നും 13 ഡയമണ്ട് അങ്ങ് പോയി. അപ്പോൾ നോട്ട് ഡയമണ്ടിൻ്റെ ആൻസർ കിട്ടി. ഇനിയിപ്പോൾ പ്രോബബിലിറ്റി ഓഫ് കിങ് എന്ന് ചോദിച്ചു. കിങ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ കിങ്ങിൻ്റെ എണ്ണമാണ്. കിങ്ങിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 4ആണ്, 4/52. നോട്ട് കിങ് എന്ന് ചോദിക്കുമ്പോൾ ആ കിങ്ങിനെ എടുത്ത് മാറ്റി വെക്കുക, ബാക്കിയുള്ളത്. അപ്പം നിങ്ങളൊരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കണം, ഇവിടെ 1 കാർഡ് ഈസ് സെലക്റ്റഡ് ആണ്. അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് പറയുന്നുണ്ട്. 1 കാർഡ് ഈസ് സെലക്റ്റഡ് എന്ന് പറയുമ്പോൾ NF 52 ആണ്. ഇനി ഇതിൽ നിന്നും വ്യത്യാസമായിട്ടൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. നിങ്ങളോട് തെറ്റിക്കരുത്, ഞാനിത് എഴുതുന്നില്ല. പ്രോബിലിറ്റി ഓഫ് സ്പേഡിനകത്തെ ഏസ് ഓഫ് സ്പേഡ് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പ്രത്യേകം നോട്ട് ചെയ്തോണേ. പ്രോബിലിറ്റി ഓഫ് ഏസ് ഓഫ് ആൻ സ്പേഡ് എന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികളും ഏസ് എന്ന് കേൾക്കുമ്പോൾ 4 എന്ന് എഴുതും. അല്ല, സ്പേഡിന് അകത്ത് എത്ര ഏസ് ഉണ്ടെന്ന്. സ്പേഡിനെ അകത്ത് ഒരൊറ്റ ഏസേ ഉള്ളൂ. സ്പേഡ് 13 കാർഡാ. സ്പേഡിനകത്ത് ഒരൊറ്റ ഏസേ ഉള്ളൂ. ആ 1/13 എഴുതുന്നവരുടെ മൊത്തം തെറ്റാണ്. 1/52. സ്പേഡ് ഓഫ് ആൻ ഏസ് അല്ലെ ഏസ് ഓഫ് ആൻ സ്പേഡ് എന്ന് ചോദിക്കുമ്പോൾ, ഏസ് ഓഫ് ആൻ സ്പേഡ് എന്ന് ചോദിക്കുമ്പോൾ 1/52 ആണ്. 30 എഴുതി വെക്കരുത്. കാരണം ഞാൻ ആദ്യമേ ഒരു കേസ് പറഞ്ഞത് NF കാർഡ് എന്ന് കേൾക്കുമ്പോഴേ NF മനസ്സിൽ 52 എന്ന് ആലോചിക്കണം. അപ്പം ഏസ് ഓഫ് ആൻ സ്പേഡ് എന്ന് ചോദിക്കുമ്പോൾ 1/52. ഇനിയിപ്പോൾ കിങ് ഓഫ് ആൻ സ്പേഡ് ചോദിച്ചാലും 1/52, കാരണം ഒറ്റ കിങ്ങേ ഉള്ളു. അപ്പം ഓർമ്മ വേണം, ഈ കാര്യം ഓർമ്മ വേണം. അപ്പം ഇത് ഇത്രയാണ് നമ്മുടെ പ്രോബിലിറ്റിയുടെ ആദ്യത്തെ ടൈപ്പ് പ്രോബ്ലം. നമ്മളിപ്പോൾ പ്രോബിലിറ്റിക്കകത്ത് പഠിച്ചത് വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. വളരെ സിമ്പിളായിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞത്. ഇതിൻ്റെ വലിയ ക്വസ്റ്റ്യനൊക്കെ ഇനി കിടക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ എല്ലാം അവസാനിച്ചു. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യനും 3 മാർക്ക് ക്വസ്റ്റ്യനും 6 മാർക്ക് ക്വസ്റ്റ്യൻ്റെയും അത് അടുത്ത നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് കാണാതെ കണ്ട് ആ ക്ലാസ് വന്ന് കണ്ടിട്ട് കാര്യമില്ല, കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പം നെക്സ്റ്റ് പ്രോബിലിറ്റി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും പ്രോബിലിറ്റി എന്ന് പറയാൻ തുടങ്ങുന്നതായിരിക്കും. എല്ലാവരും ഇത് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കുകയും വേണം കേട്ടല്ലോ.